വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പുണ്ടെങ്കിലും നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയ് ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് KV രാഹുലും, ഒപ്പം കണ്ണൂരിൽ നിന്ന് ഫെലിക്സും വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരോടായി ചോദിക്കാം എന്താണ് അവിടുത്തെ ജില്ലയിലെ അവസ്ഥ എന്ന്. ആദ്യം തൃശ്ശൂരിൽ ലിഷോയോട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ മഴ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവസ്ഥ ലിഷോയ്? നിലവിൽ മഴയില്ല, പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ച് പാടശേഖരങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. കൂടാതെ പീച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് കൂടുതൽ ഉയർത്തും. 4 ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് 5 ഇഞ്ച് വീതമാണ് ഓരോ ഷട്ടറുകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് 4 ഇഞ്ച് കൂടി തുറക്കും. അതായത് ഓരോ ഷട്ടറും 9 ഇഞ്ച് വീതം തുറന്നിടും. അങ്ങനെ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കി വിടും. അതിനോടൊപ്പം മറ്റ് ഇപ്പോൾ പെരിങ്ങൽകുത്ത് ഡാമിലും നിലവിൽ റെഡ് അലർട്ടാണ്. അതായത് അതിലൂടെയും ഈ പെരിങ്ങൽകുത്ത് ഡാമിലൂടെയും വെള്ളം അധിക ജലം ഒഴുക്കി വിടുന്നുണ്ട്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, പക്ഷേ അപകടകരമാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ അത്ര മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴ കനക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. ശരി ലിഷോയ്. ഇനി നമുക്ക് കോഴിക്കോട് KV രാഹുലുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മഴയുണ്ടോ? ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിലും വടക്കൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ്. രാത്രിയിലുടനീളം ഇടവേളകളിൽ കനത്ത മഴ പെയ്തു. അത് മലയോര നഗര വ്യത്യാസമില്ലാതെയാണ്. ഏതായാലും നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് വളരെ ആശ്വാസമായി നിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ ഒരു മഴ പെയ്ത് തോർന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും മഴയെത്തിയിട്ടുള്ളത്. താമരശ്ശേരി, പേരാമ്പ്ര, ബാലുശ്ശേരി ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ രാവിലെയും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. കാസർഗോഡാണെങ്കിലും വയനാടാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും ഇടവേളകളിൽ കനത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയൊക്കെ മലയോര മേഖലകളിലാണ് കൂടുതലും മഴ ലഭിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ ഇന്നലെ തുറന്നതാണ്. ആദ്യം 10 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയത് ഒരു ഷട്ടർ. പിന്നീട് വൈകിട്ടോടുകൂടി 20 സെൻറ്റിമീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കാത്തതിനാൽ കൂടുതൽ ഷട്ടർ ഉയർത്തേണ്ടതായി വരില്ല എന്നാണ് ഡാം അധികൃതർ വ്യക്തമാക്കുന്നതും. ഏതായാലും ഉടനീളം ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ മാറി നിൽക്കുകയാണ്. മറ്റു മുന്നറിയിപ്പുകളില്ല. കോഴിക്കോട് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയോ അതുപോലെ തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ വിവരങ്ങളില്ലാത്തത് ഏതായാലും ആശ്വാസകരമാണല്ലേ? തീർച്ചയായും മഴ കനക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മലയോര മേഖലയിലാണ്. പക്ഷേ ഇങ്ങനെ മഴ പെയ്തിട്ടും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം കടപുഴകി വീഴുന്ന അവസ്ഥകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസമാണ്. താഴ്ന്ന പ്രദേശത്തെ സംബന്ധിച്ച് വെള്ളക്കെട്ടുകൾ രൂക്ഷമായി ഉണ്ടാകുന്ന ഒരു ജില്ല കൂടിയാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. തീരദേശ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് മഴ മാറിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസം നൽകുന്ന കാര്യം. എങ്കിലും ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നു, മഴ ഇടവേളകളിൽ അതിശക്തമായി തന്നെയാണ് പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ശരി രാഹുൽ. നമുക്ക് കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട്. ഇന്നലേക്ക് മഴയുണ്ടായിരുന്നു. ഇന്ന് കണ്ണൂരിൽ മഴയുണ്ടോ? എന്താണ് ജില്ലയിലെ അവസ്ഥ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ 2 ദിവസമായി കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ഇന്നിപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടവിട്ട് അതിശക്തമായ മഴയാണ് ജില്ലയിൽ എമ്പാടും ലഭിക്കുന്നത്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം ആയതോടുകൂടി അതിശക്തമായ മഴ അതേറെ നേരം നീണ്ടു നിന്നു. അതായത് തോരാത്ത മഴയാണ് ഇന്നലെ രാത്രി പല സമയങ്ങളിലും അനുഭവപ്പെട്ടത്. പിന്നീട് ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്പം മഴ മാറി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് വലിയ ആശങ്ക. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം, ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ, ആലക്കോട്, ചെറുപുഴ തുടങ്ങിയ മേഖലകളിൽ, അവിടെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ അടക്കം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. തീരദേശ മേഖലയിലും സമാനമായ അവസ്ഥയാണ്. അതിശക്തമായ മഴ പല സമയങ്ങളിലായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണമെന്നതാണ്. അതേസമയം സ്കൂളുകൾക്കോ മറ്റോ അവധിയൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ തുടർച്ചയായി ഓറഞ്ച് അലർട്ട് തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. ശരി.